തണുപ്പുണ്ട്. അയ്യോ, എല്ലാവർക്കും തണുത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവികുളത്താണ് കേട്ടോ. നമ്മുടെ മൂന്നാർ ദേവികുളത്ത് ഭാഗത്തോട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവർക്കറിയാം. സുറിയാനി, മോർണിംഗ്. How was your sleep? It was good, but not enough. Not enough? Okay, go sleep. I will see you after 2 hours. ഇവിടുന്ന് കാണാനുള്ള കാഴ്ചകൾ കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. മലകളിലുള്ള നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ താമസ സ്ഥലം, ഒരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ ദേവികുളം എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. നമ്മുടെ താഴെ നമ്മുടെ ഹോസ്റ്റ് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയാണ്. കുറേ നാളായിട്ട് എന്നെ മെസ്സേജ് അയക്കും. അങ്ങനെ വന്നു, ഭയങ്കര സന്തോഷം കേട്ടോ. നല്ല അടിപൊളി ആളുകൾ. ഹലോ മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഹലോ, റെഡി ഫോർ വാക്ക്? റെഡി റെഡിയാണ്. അദ്ദേഹം പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. നിഷാദ്, എന്റെ പേര് നിഷാദ് എന്നാണ്. ഞാൻ പെട്ടെന്ന് പേര് പറഞ്ഞത്, അതുകൊണ്ടാണ്. ഇത് സജ്ജന. പിന്നെ മക്കൾ കിടന്നുറങ്ങുവാണ്. അവരുറങ്ങുവാണോ? മക്കൾ 2 പേരുണ്ട്, അവർ കിടന്നുറങ്ങുവാണ്. കഴിഞ്ഞ വീഡിയോ ഉണ്ടവർക്കറിയാം. ഇതാണ് കേട്ടോ, ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത്. ഇവിടെ താണ്ട് അവിടെ ക്ഷേത്രത്തിൽ നിന്ന് പാട്ടൊക്കെ വരുന്നുണ്ട് നല്ലതുപോലെ. ഇവിടെയുള്ള നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെയാണ് കേട്ടോ, ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഈ ഒരു സ്ഥലത്തെ ദേവികുളത്തെ സ്കൂളാണ്. ഇത് അവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് തമിഴ് പാട്ടൊക്കെ രാവിലെ കേൾക്കുന്നുണ്ട്. അല്ല, മലയാള പാട്ടാണ്, സോറി. നമ്മൾ ഇനി ടീ പ്ലാന്റേഷൻ ഭാഗത്തോട്ട് നടന്നു പോവാണ്. ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയുള്ള ഹോം സ്റ്റേകൾ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഈ കാണുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ. എന്താ പറ. സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതായിരിക്കും. അതുകൊണ്ടാണ് ഇതാണ് ഇടുങ്ങിയ വഴി അല്ലേ. ഇടുങ്ങിയ സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെ നമ്മൾ പോവുകയാണ്. നമ്മുടെ ടീ പ്ലാന്റേഷന്റെ ഒരു ചെറിയൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതൊക്കെ മുന്നേ കാണാൻ തന്നെ. എന്താ പറഞ്ഞു കൊടുത്തേ? പറ. അല്ല Suryani, this is tea leaves. Yes. And this place is known as honeymoon destination of India. Why? Because this is the best honeymoon place. Like cold, mild cold, and very romantic place, for the couples. There is no such romantic place for the newly married people. You can also come here when you get married. I will come to this beach. Yeah, Elephant. I mean, you don't look like an elephant. No, I'm not elephant. ഇവിടെ ആന ഇറങ്ങി തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്നലെയോ കുട്ടിയാന എന്തോ ഇറങ്ങിയ കാൽപ്പാടുകളാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ ഇനി നടന്ന് ഇങ്ങോട്ട് പോവാണ്. ഈ സാധനം കണ്ടില്ലേ, എൻ്റെ ഇൻസ്റ്റാ 360യുടെ പുതിയ വാടി ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇത് കൊള്ളൂല കേട്ടോ. ഇത് ഭയങ്കര വലിപ്പം കേട്ടോ. ഇതിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, അവോയ്ഡ് ഇലക്ട്രിക്കൽ വയർ ആൻഡ് ബിവെയർ ഓഫ് ലൈറ്റനിങ്. മിന്നലടിക്കുമെന്നോ നമ്മുടെ ഇലക്ട്രിക് ലൈനിലൊക്കെ വയറിലൊക്കെ ടച്ച് ചെയ്യാതിരിക്കാനുള്ള ഒരു അപകട സാധ്യതയെ മുൻനിർത്തിയാണ്. യു ആർ മേക്കിംഗ് വീഡിയോ, കം ഓൺ, മേക്ക് യൂട്യൂബ് വീഡിയോ. സേ ഹബീബി കം ടു കേരള. Again. Say Habibi come to Kerala. Habibi come to Kerala. You make in your phone and show to your Ukraine friends. Habibi come to Kerala. Later, I'm not sure. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഇവിടെ എന്തോ അടി നടന്നതിന്റെ സൂചന ഉണ്ട് കേട്ടോ. 2 ചെരുപ്പ് ഇങ്ങനെ കിടക്കുന്നു. ഇത് ആനയുടെ എന്തോ കാൽപ്പാട്, ഒന്നുകിൽ വെള്ളം അടിച്ച് വീണത്, അല്ലെങ്കിൽ ആന ഓട്ടിച്ചപ്പോ ചെരുപ്പ് ഉരിയിട്ടിട്ട് ഓടിയതാണെന്ന് തോന്നുന്നു ഏതോ ഒരു ചേട്ടൻ. അല്ലേ ഇൻവെസ്റ്റിഗേഷൻ. അതെ, എന്തോ ഉണ്ട് ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു. അതെ. Be careful, okay? Be careful. Always. Especially in India. Yeah. Oh, danger India. Yeah. Rape. പുള്ളിക്കാരിയുടെ ആ ഒരു ഇതൊക്കെ മാറി. Yeah, you have to say you are not in India to your friends, എല്ലാരും പറയുന്നത് ഇന്ത്യയിൽ അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണ്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇത് ഇന്ത്യ അല്ലെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി, അപ്പൊ നിനക്കൊരു പേടിയും മനസ്സിൽ കാണൂല എന്ന് പറഞ്ഞു. അല്ല, കുറച്ച് മാറി തുടങ്ങി. കാരണം ഞാൻ ആ ഫുഡൊക്കെ
ഓരോ ദിവസം തോറും ആൾക്ക് ചേഞ്ച് ആവുന്നുണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് മറ്റേ കേട്ട വാർത്തകൾ മാത്രമല്ലേ ഉള്ളൂ. ഇന്നലെ പെറോട്ട കഴിച്ചപ്പോ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് രാത്രി കഴിച്ചു. പക്ഷെ പെറോട്ട ഉണ്ടാക്കിയ കട കാണിച്ചില്ല. എന്നാ ചിലപ്പോ അത് കഴിക്കൂലായിരുന്നു. അപ്പൊ പയ്യെ ആള് യൂസ് ടു ആവുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ആന പോയ ആനപ്പിണ്ടങ്ങളാണ്. ആനകൾ എപ്പോഴും വരാറുണ്ട്. ഇപ്പൊ വന്നിരുന്നെങ്കിൽ കൊള്ളാം അല്ലേ? ഇപ്പൊ വന്നെങ്കിൽ ഞാൻ ഇതൊക്കെ വെച്ച് ഓടുമ്പോ ഡ്രോൺ ഇട്ടുള്ള വീഡിയോ എടുക്കും. ഇത് വെച്ച് ഇത് 3 മീറ്റർ ഉണ്ട് കേട്ടോ ഈ സാധനം. ഇത് വെച്ച് മാങ്ങ പറിക്കാൻ പറ്റും. അതാണ് ഉപയോഗം ഈ ഇതിന്റെ. ഇവിടെ വന്നപ്പോ സ്റ്റേഡിയം പോലെ അല്ലേ? നല്ല രസമുണ്ട്. സ്റ്റേഡിയത്തിന്റെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തതുപോലെ നല്ല രസമുണ്ട്. എവിടെയാണോ? ഡെൻസിറ്റി വെരി ലെസ്. ഇവിടെ രാവിലെ ഇവരുടെ ടീ എസ്റ്റേറ്റിൽ പോകുന്ന വണ്ടികളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ചേട്ടാ നന്ദി എന്നാ നമുക്ക് ലിഫ്റ്റ്. ഓക്കെ പോലാം ഉള്ളേ സിറ്റ് അവിടെ നിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ പിടിച്ചിരിക്കണം. ഓക്കെ നിങ്ങളങ്ങോട്ട് വരുന്നില്ലേ? വാ തിരിച്ച് നമ്മൾ ഇറങ്ങണ്ട, ഇങ്ങോട്ട് വാ. ഓക്കെ പേടിക്കണ്ട. ഓക്കെ ரொம்ப நன்றி. താങ്ക് യു. பார்க்கலாம். ഇത് യുക്രൈൻ കാര്യ. യുക്രൈൻ. അതെ. ഞാൻ തിരുവനന്തപുരം നെടുമങ്ങാട്. തെറിയുമാ? പോയിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ട്. നെടുമങ്ങാട്ടിലെ ഇവിടെ സ്കൂൾ പിള്ളേർ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. നെടുമങ്ങാടുന്നാ? വട്ടവട അല്ലേ? വട്ടവട. അവിടുത്തെ ഉള്ള പിള്ളേർ നേരത്തെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന അവർ 95-96 അപ്പൊ മറ്റേ വിനോബാണി ആശ്രമമില്ലേ നെടുമങ്ങാട്ടില്, അവിടെ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ അടിപൊളി. കണ്ടതില് സന്തോഷം. നന്ദി. പാക്കലാം. ശരി. How was your ride? It was nice? അങ്ങനെ നമ്മൾ അവരവിടെ നിൽക്കുവാണ്. നമ്മൾ ഇവിടം വരെ നടന്നല്ല ഈ ഇതിൽ വന്നു. നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് പോകുന്ന പുകക്കുഴലാണ് കേട്ടോ ആ കാണുന്നത്. ഇതിനെ പറയുന്നത് ലോക്ക്ഹാർട്ടാ. കാരണം അവര് ഡിവിഷൻ ഇട്ടേക്കുന്ന പേരുകളാണത്. ഇത് ഹാരിസന്റെ എസ്റ്റേറ്റ് ആണ്, ഹാരിസൺ മലയാളം ലിമിറ്റഡ്. അവര് ഓരോ ഡിവിഷൻ തിരിച്ചിട്ട് ഓരോ ഡിവിഷൻ ഓരോ പേരും അവിടെ ഓരോ ഫാക്ടറികളും ഉണ്ടാവും. ഇവിടെ ഏറ്റവും കൂടുതൽ ടാറ്റയല്ലേ? ടാറ്റയുടെയാണ് കൂടുതലും. കണ്ണൻദേവൻ ഹിൽസ് ഇത് വേറൊരു ഭാഗമാണ് കേട്ടോ. കണ്ണൻദേവൻ ഹിൽസ് പോകുന്നത് വേറെ വഴി. ഇത് നമ്മുടെ ഗ്യാപ്പ് റോഡ് ഉണ്ടല്ലോ, നമ്മുടെ ദേവികുളം മെയിൻ ആയിട്ടുള്ള വലിയൊരു നമ്മുടെ ഡബിൾ ഡെക്കർ ടൂറിസ്റ്റ് സൈറ്റ് സീയിങ് ബസ്സൊക്കെ പോകുന്ന വഴി. നമ്മൾ തിരിച്ച് നടന്നൊരു വാക്കിംഗ് ടൂർ കഴിഞ്ഞിട്ട് ഇവരുടെ സ്ഥലത്തോട്ടെത്തി. ഇതാണ് കേട്ടോ ഇവരുടെ. ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിലൊക്കെ വിളിക്കുക. മുഖം നോക്കട്ടെ, ഞാൻ പ്രൊമോഷൻ ചെയ്ത് തരുവാ. പറ, ആളുകളുടെ അടുത്ത് പറ. നന്ദനത്തിൽ വന്നാൽ മതി കേട്ടോ. നന്ദനം ഹോം സ്റ്റേയിൽ വരുക. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിൾ യൂട്യൂബിൽ വന്നാൽ മതി. അതെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഇതാണ് ഇവരുടെ സ്ഥലം കേട്ടോ. ഇതാണ് നമ്മ. How did you like this place? How was the walking tour? It was amazing. It's depend upon you. If you say good, people will come. Otherwise, no. Yeah, it's very good. More than good. More than good? Yeah. Okay. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ ഇഡ്ഡലി, സാമ്പാർ. ഡോണ്ട് ബി അഫ്രൈഡ്. ഓക്കെ. ഇന്നലെ ഞാൻ ദോശ കഴിക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞു നീ അത് പോസ്റ്റ് ചെയ്തോ. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി ഇഡ്ഡലി കഴിക്കുന്ന വീഡിയോ എടുക്കില്ല. ഹലോ, മോർണിംഗ്. ഹായ്. ഇവരൊക്കെ ഓൾറെഡി കഴിച്ചാട്ടോ. രണ്ടുപേരും ഓൾറെഡി കഴിച്ചു. നമ്മൾ വടയും ദോശയും സാമ്പാറും ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ വേണ്ടി. ഫ്രണ്ടിന് അധികം പുറത്ത് ഫ്രൂട്ട് മൂന്നാറിൽ കിട്ടുന്ന സ്പെഷ്യൽ പാഷൻ ഫ്രൂട്ട് കേട്ടോ. ഇതാണ്ട് ഇത് തൊട്ടാൽ മാത്രം മതി കേട്ടോ, ജസ്റ്റ് പോവും. മധുരം, സ്വീറ്റ്. Don't worry, I will not take like you eating.
അവളുടെ മുഖപ്പോട് നോക്കിക്ക്. ഇതിപ്പോ എനിക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പക്ഷെ ആ ഒരു മറ്റേ ഫ്ലേവർ ഇല്ല, ആ ഒരു ഇതില്ല. മറ്റേ നമ്മള് മറ്റേ വാഷ്മുഖിന്റെ ഫ്ലേവർ ഇത് മറ്റേ ചൈനീസ് മറ്റേ കുളിച്ച് റെഡിയായി. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി. നമ്മൾ വീണ്ടും കറങ്ങാൻ വേണ്ടി ഇറങ്ങാണ്. പോവാം. സുറിയാനി പോവാം. ഓക്കെ. സുറിയാനിക്ക് പറ്റിയ ഏറ്റവും നല്ല പേര് ചൊറിയാന ആയിരുന്നു കേട്ടോ. That was the best time. Choriana. I think by mistakenly I gave you this name. Choriana is the best name for you. ഇവിടെ നമ്മുടെ സ്കൂളിന്റെ മുറ്റത്ത് ഹായ് ബ്രോ. ഇതിന്റെ ഇടയില് ഒരു സാറി അതൊരു പയ്യന്റെ കൈ പിടിച്ച് മണപ്പിക്കുകയാണ് കേട്ടോ. സിഗരറ്റ് വലിച്ചോ നോക്കാൻ വേണ്ടി. അത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ലേറ്റ് ആയിട്ടാണ് കേട്ടോ. നമ്മളെവിടെയാ പോകുന്നത്? ആദ്യം നമ്മൾ ഗ്യാപ്പ് റോഡ് പോകാൻ വേണ്ടി പോവാണ്. ഇത് നമ്മുടെ ഇവിടത്തെ ഉള്ള ഒരു ടൂർ ഫാക്ടറി ആണ് കേട്ടോ. ടീ ഫാക്ടറി. ഇതൊക്കെ നമ്മുടെ ഒരു ടീ ഫാക്ടറിയാണ്. ലോക്കാർട്ട് ടീ ഫാക്ടറി, എ ലിവിംഗ് മ്യൂസിയം. 1936 മുതലുള്ള ഒരു ടീ ഫാക്ടറിയാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്താൽ അതിന്റെ അകത്ത് ടൂർ പോവാം. ഇങ്ങനെ ടൂറായിട്ടൊക്കെ കൊണ്ടുവന്ന കുറെ വണ്ടികളൊക്കെയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. നമ്മുടെ ഗ്യാപ്പ് റോഡിലെ ഒരു 360 വ്യൂ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റിക് സ്പോട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ നമ്മൾ ആ ഒരു ഭാഗത്ത് പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്തോട്ടൊക്കെ കയറാനായിട്ട്. അവിടെ നിൽക്കുന്ന ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. കടകളും ഇതൊക്കെ ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവിടേക്ക് കയറിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇത് കള്ളൻ ഗുഹ എന്നറിയപ്പെടുന്ന സ്ഥലം. കള്ളൻ ഗുഹയുടെ മുന്നിലാണ് കേട്ടോ നിൽക്കുന്നത്. അതായത് പണ്ട് ഇതിലേക്കൂടെ രാജാക്കന്മാരൊക്കെ പോകുമ്പോൾ കള്ളൻ ഗുഹയിൽ ഒരു കള്ളൻ ഒളിച്ചിരുന്നിട്ട് ആൾക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്ത് പൈസയും ഇതൊക്കെ എടുക്കും. അങ്ങനത്തെ ഒരു ഗുഹയാണ് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരൻ ഇതുവഴി എവിടെ പോയിട്ട് പാവപ്പെട്ടുള്ള ആളുകൾക്ക് ഈ ഗുഹ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ കൊടുക്കുമെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഞാൻ ഉറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എനിക്കെന്തോ രാവിലെ തൊട്ട് നല്ല ഉറക്കം കേട്ടോ. അതുകൊണ്ട് ഒരു മൂഡില്ല. പിന്നെ അവിടെ നിന്ന് അപ്പുറത്ത് നിങ്ങൾക്ക് അറിയാലോ, അവിടെ നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. എന്താ അവിടത്തെ അവസ്ഥ? അത് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി എന്താ പറയാ ഒരു ഗുഹയാണ്. നമ്മുടെ ഹിസ്റ്റോറിക്കലൊക്കെ പറയുന്ന കഥകളൊക്കെ വരുന്ന ഒരു ഗുഹയാണ്. പക്ഷെ ഇപ്പൊ അത് മൂത്രപ്പുരയാണ്. അതിന്റെ ഉള്ളിലേക്ക് മൂത്രം നാറിയിട്ട് കയറാൻ പറ്റില്ല. അതാണ് അവസ്ഥ. വിദേശിയും കൊണ്ട് പോയത് അതുപോലെ ഇറങ്ങി വന്നു. പണ്ടത്തെ കള്ളന്റെ മൂത്രം എന്ന് പറയാം. സുറിയാനി അപ്പുറ സൈഡിലെ വ്യൂ കൂടെ. Did you get some smell from there? No. അല്ലെങ്കിൽ പറയാം. നമ്മുടെ പെരിയനാൽ വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലേക്കാണ് കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. ഫുള്ള് സാധാരണ വരുമ്പോൾ മലയാളികളെയാണ് കാണുന്നത് കുറേ പേരെ. പക്ഷേ ഇവിടെ എല്ലാം തമിഴ് ടൂറിസ്റ്റുകളാണ് കേട്ടോ. ഇവിടെ നിൽക്കുന്ന എല്ലാം തമിഴ് ഫാമിലീസ്, കുറച്ച് ഉത്തരേന്ത്യൻ ഫാമിലീസിനെ കാണാനായിട്ട് സാധിക്കും. മലയാളി ഗസ്റ്റ് കുറവല്ലേ? കുറവാണ്. നിലവിൽ തമിഴ്നാട് ഗസ്റ്റുകളാണ് ഫുള്ള് തമിഴ്നാട്. പിന്നെ ഇതുപോലുള്ള കുറേ മാഗി കടകൾ ധാരാളം ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ നിന്നപ്പോൾ നമ്മുടെ എൻ്റെ വീഡിയോ കാണുന്ന വേറൊരു പ്രേക്ഷകരെ കണ്ടു. ഹലോ, എന്തുണ്ട് വിശേഷം? സുഖം. പേരൊക്കെ പറഞ്ഞോളൂ, പരിചയപ്പെടുത്തോ. പറഞ്ഞോ. എന്റെ പേര് മുഹമ്മദ് റിസ്വാൻ. My name is Ramesh. ഷസീന അംബ്ലു. താത്ത എന്റെ വീഡിയോ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഉറങ്ങി നിന്നപ്പോ പിന്നെ അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ കാണാം, തൊടുപുഴ വരുമ്പോ കാണാം, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് കാണാം. നമ്മളിനി മാട്ടുപ്പെട്ടി ഭാഗത്തോട്ട് പോവാണ്. എന്നിട്ട് സൈലന്റ് വാലിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. സൈലന്റ് വാലിയിൽ ഞാൻ ആക്ച്വലി ഇതുവരെയായിട്ടും പോയിട്ടില്ല. നമ്മുടെ മൂന്നാർ ടൂറിസം ബൂം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയത് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സാണ് കേട്ടോ പോകുന്നത്. വരുന്ന വഴി നോക്കിക്കേ, മറ്റേ 4ാമത്തെ പട്ടീനെ കാണത്തില്ല, 4 നിക്കുന്ന നോക്കിക്കേ. നമ്മുടെ നുങ്ക് വാങ്ങാൻ വേണ്ടി. ഓക്കെ അണ്ണാ. I think for you maybe it will be having problem for your stomach, you know. I will not even try. You will not try? No. No, it's good. It's very good. No, I trust you, but I don't want
എന്നാണ് അറിയില്ല. ഓ സർബത്തൊക്കെ ഇട്ടിട്ടാണല്ലോ ഇത്. വിശന്ന വലനെ നമ്മൾ ഇവിടെ ചോറ്, റൈസ്, നമ്മുടെ സുറിയാനയുടെ ഇഷ്ടപ്പെട്ട പൊറോട്ട അല്ലേ? പൊറോട്ടയാണ് ഇഷ്ടപ്പെട്ടത് ഇന്നലെ മുതൽ. Now from today you can eat this one, okay? 3 times. വെൽക്കം ടു കേരള യൂണിയൻ. വെൽക്കം ടു കേരള പൊറോട്ട യൂണിയൻ. പിന്നെ അവിടെ ഫ്രൈഡ് റൈസ്. ഞാനിനി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഇവിടെ ചപ്പാത്തി, നമ്മുടെ മുളക്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. സുറിയാനി, ലുക്ക്, ഇറ്റ്സ് അമേസിങ്. ഇവിടുത്തെ അടിപൊളി ഇത് കേട്ടോ. നമ്മൾ സൈലന്റ് വാലി എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് പോകുന്നത്. ഈ കാണുന്നത് നമ്മുടെ സൈലന്റ് വാലി പോകുന്ന ഇതാണ് കേട്ടോ. നല്ല ഒഴുക്ക് വെള്ളം, കലക്ക് വെള്ളം വരുന്ന ഒരു ഇത് കേട്ടോ. നല്ല പൊക്കത്തിനുള്ള പാലം, നല്ല രസമുണ്ട് കേട്ടോ. ഒരു മിനിറ്റേ, സോറിയാണ് ഇവിടെ സുറിയാനി ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ടില്ലേ? ആളുകൾ വന്നിട്ട് വേസ്റ്റ് ഇടുന്ന നോക്കിക്ക്. സത്യമല്ലേ? കാണാത്ത കാഴ്ചകൾ നമുക്കിവിടെ സ്ഥിരം അവരുടെ നാട്ടിൽ കാണാത്ത കാഴ്ചകൾ. ഇത് നോക്കിക്കേ. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ തന്നെയാ എന്റെയാ ജയശ്രീ, ജയശ്രീ, നമ്മുടെ നന്ദനം ദേവികുളം. നമ്മളൊരു ബർത്ത്ഡേ പരിപാടിക്ക് പോണെന്ന് പറഞ്ഞു കയറിയല്ലേ. കൊള്ളാം കേട്ടോ. അവളുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞു. അപ്പൊ പേര് ചോദിച്ചപ്പോ നമ്മള് പറഞ്ഞു ജയശ്രീ എന്ന്. ഉടനെ പറയുക എനിക്ക് അറിഞ്ഞൂടാന്ന്. രണ്ടുപേരും കൂടെ പഠിക്കുന്നുണ്ട്. പേരറിഞ്ഞൂടാ അല്ലേ? അങ്ങനെ അവസാനം നമ്മൾ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവർ പിന്നെ ലാസ്റ്റ് നമ്പറൊക്കെ എഴുതി വെച്ചു. അല്ലെങ്കിൽ നമ്മൾ പാസ് എടുത്തിട്ടൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇതിനകത്തോട്ട്. ഇവിടെ നമ്മുടെ ഇവരുടെ ടീ പ്ലാന്റേഷന്റെ ഫാക്ടറി ഒക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. സൈലന്റ് ഫുള്ള് നമ്മുടെ കമ്മ്യൂണിസ്റ്റിന്റെ ഫ്ലാഗുകൾ കുറെ ഉണ്ടല്ലേ. നമ്മളങ്ങനെ അവസാനം ചെക്ക് പോയിന്റ് ഒക്കെ കടന്ന് കണ്ട നമ്മുടെ ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇതാണ് അടിപൊളി. ഇതാണല്ലേ? ഇതാണോ സൈലന്റ് വാലിയുടെ പ്രധാന സ്ഥലം? ഇതാണ് സൈലന്റ് വാലിയുടെ പ്രധാന സ്ഥലം. ഇവിടെ ഒരു നമ്മുടെ മദർ മേരിയും പിന്നെ ഇതാരാ ഒരു സെന്റ് ആന്റണി ചർച്ചാണ് കേട്ടോ ഇവിടുത്തെ. ഇതാണ് ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റേഡിയം അല്ല, സോറി, ഗ്രൗണ്ട്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇത് എവിടെ നിന്നാ ടിക്കറ്റ് എടുത്ത് വരേണ്ടത്? റോസ് ഗാർഡനിൽ നിന്ന് എടുത്ത് വരണം. റോസ് ഗാർഡൻ ഉണ്ട് അവിടുന്ന്. അല്ലെങ്കിൽ കയറ്റൂല അല്ലേ? നമ്മളെ കള്ളം പറഞ്ഞു വന്നു. ഞങ്ങൾ നാട്ടുകാരല്ലേ, ഞങ്ങൾക്ക് വരാൻ പാടില്ലേ? അതെ അതെ കൊള്ളാം കേട്ടോ ഈ ഒരു സ്ഥലം. ഇവിടെ അങ്ങനെ അധികം ആളുകളൊന്നുമില്ല. ഇവിടെ സൈലന്റ് വാലി എത്തിയിട്ട് ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല എന്ന് വേണ്ടല്ലേ, നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി. ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. ഇതിനപ്പുറം എനിക്ക് തോന്നുന്നു ഈ വരുന്ന വഴിയിലുള്ള ഈ തേയിലപ്പാടങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പ്രസിദ്ധം. പിന്നെ ഇവിടെ ഉള്ള ലോക്കൽ ആളുകളൊക്കെ താമസിക്കുന്ന വഴിയൊക്കെയാണ് കേട്ടോ. ആരും കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുകയാണ്. നമ്മൾ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. നമ്മുടെ മീശപ്പുലിമല ആ ഭാഗത്തല്ലേ? ഇവിടെ മീശപ്പുലിമല റോഡ് അങ്ങോട്ടാണ് എനിക്കൊന്ന് ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ മീശപ്പുലിമല ട്രക്കിംഗ് ബേസ് ക്യാമ്പൊക്കെ പോകുന്ന വഴി. റോഡോ മാൻഷൻ നോക്കിയാൽ അറിയാം. റോഡോ മാൻഷൻ എന്ന് പറഞ്ഞാൽ വന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ ബേസ് ക്യാമ്പ് ഏരിയ. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. കുട്ടികൾ സ്കൂൾ കഴിഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. ബാഗും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പോകുന്ന കാഴ്ച നോക്കിക്കേ. ഹലോ, ഇവിടെ ഒന്നും കിട്ടിയില്ല. നമുക്കൊരു ചായക്കട കിട്ടി കേട്ടോ. ഇവിടെ എന്തോ പിണറായി വിജയനും നമ്മുടെ നമ്മുടെ മണിയല്ലേ ഇത്? ശശീന്ദ്രനാണോ? സോറി, തെറ്റിപ്പോയി, സോറി. വിത്ത് റെസ്പെക്ട്. വനം വകുപ്പിന്റെ അതെ. എന്തോ തമിഴ് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതൽ തമിഴിലാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ നമ്മളെ കയറി വന്നപ്പോ തന്നെ ഇത് കൊള്ളാം കേട്ടോ സാധനം. നമ്മുടെ ജീസസ്, ഗണപതി, അല്ല അല്ലേ? അല്ല, എല്ലാരും ഉണ്ട്. ഇങ്ങനെ ആയിരിക്കണം അല്ലേ? അതെ. ഇവിടെ നമ്മൾ
നമ്മൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അടുത്തൊരു സ്റ്റോപ്പിൽ നിർത്തിയതാണ് കേട്ടോ. എല്ലാവർക്കും കോടയിൽ നിന്ന്, അതായത് നമ്മുടെ ദേവികുളത്ത് നിന്ന് ഞാൻ സ്വാഗതം പറയുകയാണ്. ദേവികുളത്ത് മൂന്നാറിലെ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഫാമിലിയുടെ കൂടെയാണ് ഞാൻ സ്റ്റേ ചെയ്തത്. എന്തുണ്ട് വിശേഷം? ഖുഷി പോവാണ് കേട്ടോ, പോവാണ് കേട്ടോ. ആ, നമ്മൾ ഇവരുടെ കൂടെ തൊടുപുഴ പോവാണ്. പോട്ടാ പോട്ടാ. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. അയ്യോ ബ്രോ, ഇതാണ് നമ്മുടെ അനിയനെ കേട്ടോ. അനിയനെ പരിചയപ്പെടുത്തിയില്ല. എന്തുണ്ട് വിശേഷം? സുഖല്ല. എന്ത് ചെയ്യുന്നു? സയന്റിസ്റ്റ് ആണോ? സയന്റിസ്റ്റ് ഒന്നുമല്ല, അതാണ് അവള് പറഞ്ഞത്. ഇന്ത്യൻ അൺഎംപ്ലോയ്മെന്റ് ഇടയിൽപ്പെട്ട് ലൂപ്പിൽ കിടക്കുന്നു. അപ്പൊ പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്. സുരിയാനി, സുരിയാനി വൈ യു ആർ ഹൈഡിങ്? സുരിയാനി എന്താ ഹൈഡ് ചെയ്യുന്നു? സുരിയാനി പോയി ഹൈഡ് ചെയ്യാണ് കേട്ടോ, വീഡിയോയിൽ വേണ്ടാന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ കാറിൽ കയറിയിട്ട് ഇനി താണ്ടെ പോവാനായിട്ട് പോവുകയാണല്ലേ? പോവാണ്, പോവാം. രാവിലെ നല്ല കോടമുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ കഴിയുമ്പം പിന്നെ കട്ട ചൂടായിരിക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ പോകുന്ന വഴി ഇവിടെ ഹോട്ട് എയർ ബലൂൺ കേട്ടോ. തുർക്കി വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, ബട്ട് കേരളത്തിന് ഒരു എത്ര ഇത് ആകെയുള്ള ഹോട്ട് എയർ ബലൂണാണോ? 1-2 ഉണ്ട്. അവിടെ കയറ് കെട്ടിയിട്ട് അവര് താണ്ട് തീയൊക്കെ കൊളുത്തി. അതാണ് കേട്ടോ ഇവിടുത്തെ ഹോട്ട് എയർ ബലൂൺ. അത്രയും വലിയ പൊക്കമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ബ്രോന്റെ വാപ്പയാണ് കേട്ടോ. ഹായ്. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇവരുടെ തോടും ഭാവമൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതിനിടയിൽ പാലാടയൊക്കെ കഴിച്ചു, വയറ് പറഞ്ഞു. ഇനി നമ്മൾ തൊടുപുഴയൊക്കെ അടുത്താണ് കേട്ടോ. തൊടുപുഴയിൽ പോയിട്ട് ഇനി ബസ് കയറി ഇനി വീട്ടിലോട്ട് പോകണം, തിരുവനന്തപുരത്തോട്ട്. അതാണ് പ്ലാന്. ഇവിടെ വെള്ളം നമ്മൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് തൊടുപുഴ എന്ന അവസാനം തൊടുപുഴയിൽ നിന്ന് ഇറങ്ങി തൊടുപുഴയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ലാസ്റ്റ് കോട്ടയം വന്നു. കോട്ടയം നിന്ന് ബസ് എടുത്ത് തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ബസ് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ KSRTCയുടെ പുതിയൊരു സ്ലീപ്പർ ബസ് കാണിച്ചു തരാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷേ ആ ബസ് കാണാനില്ല. അപ്പോൾ ഇനി തിരുവനന്തപുരത്തോട്ടാണ് കേട്ടോ പോകുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ അവസാനം ഞാൻ ഈ വീഡിയോ വീട്ടിലെത്തിയിട്ട് ഞാൻ നിർത്തുവാണ്. ഇതിനിടയിൽ നമ്മുടെ സുരിയാനി വീഡിയോ ഫേസ് കാണിക്കാത്തതിൻ്റെ പ്രശ്നം സുരിയാനി എടുത്ത് ഞാൻ സംസാരിച്ചു. സുരിയാനി പറഞ്ഞു വേണ്ട, എനിക്ക് വീഡിയോയിൽ വരണ്ട. പ്രധാന കാരണം സുരിയാനി കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ ഫുള്ള് ആളുകൾ മോശമായിട്ടുള്ള കമൻറ്റുകൾ, പിന്നെ പറഞ്ഞു ഡ്രാമ ക്യൂണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് അവൾക്ക് വിഷമായി. അതുകൊണ്ടാണ് പിന്നെ അവൾക്ക് അങ്ങനെ നമ്മളെന്തിനാ നമ്മുടെ നാട്ടിൽ വരുന്ന ആൾക്കാരല്ലേ, നമ്മളെന്തിനാ വെറുതെ നെഗറ്റീവ് കുറേ അഴുക്ക കമൻ്റൊക്കെ ഇട്ട് അവരെ വർപ്പിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആരും ഇടരുതെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. എന്നാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ മറ്റൊരു എല്ലാവർക്കും ബൈ.